ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു റോസ് പ്ലാന്റ് എങ്ങനെ പെർഫെക്റ്റ് ആയി പ്രൂൺ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഈ റോസ് ചെടികളെല്ലാം തന്നെ ഒക്ടോബർ ആദ്യം ഹാർഡ് പ്രൂൺ ചെയ്തവയാണ്. ഇപ്പോൾ പൂക്കളെല്ലാം കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ റോസ് പ്ലാന്റ് ഒരു ആന്ധ്ര പന്നീർ റോസ് ആണ്. ഒരു നാടൻ വെറൈറ്റി ആണ്. നമുക്ക് കമ്പ് കുത്തി പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം. ഫംഗസ് അറ്റാക്കും എല്ലാ കീടങ്ങളും വളരെയധികം കുറവാണത്. നമുക്ക് പ്രൂൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്രൂണർ സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. മറ്റ് സാനിറ്റൈസർ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. പ്രൂൺ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ചു കാര്യങ്ങളുണ്ട്. അവ എന്താണെന്ന് നോക്കാം. നമ്മുടെ പ്ലാന്റിലെ വളരെ തിന്നായിട്ടുള്ള സ്റ്റെംസ് എല്ലാം കട്ട് ചെയ്തു കളയണം. പൂ വിരിഞ്ഞു പോയതിനു ശേഷം അവിടുത്തെ 3 ലീഫ് നോഡ് താഴെ വെച്ച് 5 ഇല വരുന്ന മൂന്നാമത്തെ ലീഫ് നോഡ് അവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാം. ഒരു 45 ഡിഗ്രി ചെരിച്ചു വെച്ച് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കട്ട് ചെയ്ത ആ മുറിവിൻ്റെ ഭാഗത്ത് വെള്ളം തങ്ങി നിൽക്കാതെ ഒഴുകിപ്പൊക്കോളും. ആ സമയത്ത് അതിൽ ഫംഗസ് അറ്റാക്ക് വളരെയധികം കുറഞ്ഞും കിട്ടും. പിന്നെ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ ഫംഗസൈഡ് എന്തായാലും അപ്ലൈ ചെയ്യണം. ഫംഗസിൻ്റെ അറ്റാക്ക് കുറയ്ക്കുവാൻ ഇത് വളരെയധികം സഹായിക്കും. അതുപോലെ ഒരു റോസ് ചെടിയിൽ പൂ വിരിഞ്ഞതിനു ശേഷം ഓരോ പൂക്കളായി കട്ട് ചെയ്ത് കളയുന്നതിന് പകരം പൂക്കളെല്ലാം വിരിഞ്ഞു കഴിഞ്ഞതിനു ശേഷം കട്ട് ചെയ്ത് കളയാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ ഷൂട്ട്സും ഒരുമിച്ചുണ്ടാവുകയും അതിലെല്ലാം പൂക്കൾ ഉണ്ടാവാനും നമുക്ക് പെട്ടെന്ന് സാധിക്കും. ചട്ടി നിറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ റോസ് പ്ലാന്റ് നിറഞ്ഞ് പൂവിട്ട് നിന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുക. അല്ലെങ്കിൽ ഒരു പൂ വിരിഞ്ഞ് കൊഴിഞ്ഞു പോകും, അടുത്ത പൂക്കൾ വിരിയും, കൊഴിഞ്ഞു പോകും. പക്ഷേ നമുക്ക് നമ്മുടെ ചെടി നിറഞ്ഞ് പൂക്കൾ കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മൾ ഫംഗസൈഡ് അപ്ലൈ ചെയ്ത് കൊടുത്ത് പിറ്റേ ദിവസം തന്നെ ഇൻസെക്ടിസൈഡും നമ്മൾ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ലീഫ് നോഡിൻ്റെ എവിടെയെങ്കിലും ഇൻസെക്ട്സ് ഇരുന്ന് നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സാഫാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ മുറിച്ചു കളഞ്ഞ സ്റ്റെംസിൻ്റെ ആ കട്ടിങ്ങിലും സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഇപ്പോൾ ഡയറക്റ്റ് തന്നെ പൗഡർ ഫോമിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ടില്ല, ഡയറക്റ്റ് തന്നെ തേച്ച് കൊടുക്കുകയാണ്. എടുക്കുമ്പോൾ സൂക്ഷിക്കുക, കൈ ചെറുതായിട്ടൊരു പുകച്ചിലുണ്ടാകും. അതുകൊണ്ട് പക്ഷേ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് ഫംഗസിൻ്റെ അറ്റാക്ക് വരില്ല. സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരുപാട് റോസ് ചെടികൾ ഉള്ളവർക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഇത്തിരിയും കൂടി സമയലാഭം. എന്നാൽ ഇൻസെക്ടിസൈഡ് അപ്ലൈ ചെയ്ത് അടുത്ത ദിവസം 2 ദിവസത്തിനുള്ളിൽ തന്നെ ഫെർട്ടിലൈസേഴ്സ് ഇട്ട് കൊടുക്കണം. ഇവിടെ ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇത് ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.